RJ കാവ്യ. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷങ്ങളുടെയും നക്ഷത്രങ്ങൾ തിളങ്ങട്ടെ. ഒപ്പം വിണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് പുതുവത്സര ദിനങ്ങൾ ഇടയാക്കട്ടെ. LMRന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. This program is sponsored by Law and Lawyer Solicitors. ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ശാന്തിയുടെയും സ്നേഹത്തിന്റെയും ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു ക്രിസ്മസ് അല്ലെ. യേശുദേവന്റെ പിറന്നാൾ ദിനമായ ഇന്ന് ക്രിസ്മസ് ആയിട്ട് കൊണ്ടാടുകയാണ്. അപ്പോ ഒരുപാട് സന്തോഷത്തോടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാമായ ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ആൻഡ് ദിസ് ഇസ് കാവ്യ വിത്ത് യു. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള നാടുകളിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടല്ലേ. മാത്രമല്ല, ഒരു മതവിഭാഗത്തിന്റെ പ്രത്യേക ആഘോഷമായിട്ടല്ല, എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് സന്തോഷം കൂടുതലുള്ളത്. കേക്ക് മുറിക്കുന്നു, സമ്മാനങ്ങൾ കൈമാറുന്നു, വിരുന്നുകള്, സ്നേഹം പങ്കിടലൊക്കെ ആയിട്ട് ഗ്രാൻഡായിട്ട് അങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതികളിലാണ് ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നത്. അവിടെയാണ് വെറൈറ്റി ഉള്ളത്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു വികാരമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാല് അത് ശരിയല്ലേ. അതായത് യേശുക്രിസ്തുവിന്റെ ജന്മദിവസമാണ്, പുണ്യദിനമാണ് ക്രിസ്മസ്. പുണ്യദിനം ഇന്ന് മാത്രം പറയാൻ പറ്റില്ല, ഈ മാസം തന്നെ പുണ്യമാസം ആയിട്ടാണ് നമ്മളൊക്കെ കണക്കൂട്ടിരിക്കുന്നത്. എന്തായാലും ക്രിസ്മസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മുടെ ചെറുപ്പകാലം മുതൽ ഇപ്പൊ വരെയുള്ള വിശേഷങ്ങൾ, അതിന്റെ കൂടെ നമുക്ക് അറിയാത്ത വിശേഷങ്ങൾ, ലോകമെമ്പാടുമുള്ള ആളുകള് ഏതൊക്കെ രീതിയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്, അങ്ങനെ എത്രയോ കാര്യങ്ങളല്ലേ. അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയൊരു ഇതില്ലേ, അതായിരുന്നു ഇത്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക. അതിന്റെ കൂടെ നല്ല നല്ല പാട്ടുകളും കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞങ്ങളും ഒപ്പം ഉണ്ട്. എന്തായാലും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. അപ്പൊ നല്ലൊരു പാട്ട് കേട്ട് തുടങ്ങുന്നതല്ലേ അതിന്റെ ശരി. സോ ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കൂ ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. അത്തിമരക്കൊമ്പിനെ ചുറ്റി വരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണതെങ്ങനെ പുലരുളിയങ്ങനെ യവനിക നീക്കവേ വനശലഭങ്ങളെങ്ങുമാടവേ വരിവണ്ടായി ഞാനെന്നുമെല്ലേ മധുത്തേടുന്നു തിരയുന്നു നിന്നെ നറുചിരിയുടെ കിളിമൊഴിയുടെ പുതുമഴയുടെ ഒരു മറവിലൂകി അത്തിമരക്കൊമ്പിനെ ചുറ്റി വരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണതെങ്ങനെ പുലരുളിയങ്ങനെ യവനിക നീക്കവേ വനശലഭങ്ങളെങ്ങുമാടവേ ഇലകളിലുതിരുന്നൊരേ ഹിമകണമേകിടുമോ കാത്തിരുന്നു വാനം പാടി നീ കേൾക്കുവാനൊരീണം പാടി പാടൂ അത്തിമരക്കൊമ്പിനെ ചുറ്റി വരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണതെങ്ങനെ
മിഴികളിൽ ഇന്നലെ കരുതിയ മൗനമോ ഇളവയിലായിതാ പുലരി വയൽക്കരേ. തീരാതെ തീരാതെ നീരോളമായി പൂഞ്ചോലയായി മാറൂ. അത്തിമരക്കൊമ്പിനെ ചുറ്റിവരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണതെങ്ങനെ പുലരൊളിയങ്ങനെ യവനിക നീക്കവേ വനശലഭങ്ങളെങ്ങുമാടവേ. വരിവണ്ടായി ഞാനിന്നുമെല്ലേ മധു തേടുന്നു തിരയുന്നു നിന്നെ. മറുചിരിയുടെ കിളിമൊഴിയുടെ പുതുമഴയുടെ ഒരു മറവിയിലൊഴുകി. ഹായ്, ഞാൻ ആജയ് മരിയ. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും ഒരു നന്മ നിറഞ്ഞ ക്രിസ്തുമസും ഒപ്പം മനോഹരമായ പുതുമ നിറഞ്ഞ ഒരു പുതുവത്സരവും ഞാൻ ആശംസിക്കുന്നു. This program is sponsored by Law and Lawyer Solicitors. വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ്. പാട്ടൊക്കെ കേട്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആഘോഷങ്ങളുള്ള മറ്റൊരു ദിവസം എന്ന് പറയുമ്പോൾ പാട്ടില്ലാതെ എങ്ങനെ ശരിയാവും? അപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഓർമ്മകളിലേക്ക് പോയാലോ? ഡിസംബർ ഒക്കെ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. നക്ഷത്രങ്ങൾ തൂക്കുന്നു. തൂക്കിക്കഴിഞ്ഞാലോ സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോഴേക്കും എല്ലാവരുടെ വീടിന്റെ മുമ്പിലും നക്ഷത്രമായിരിക്കും. അതിങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയാലേ. പിന്നൊരു കാര്യമുണ്ട്, ഈ ക്രിസ്മസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നോയമ്പുണ്ടല്ലോ. അപ്പൊ നോൺ വെജ് ഐറ്റംസ് ഒക്കെ മിക്ക ആളുകളും അവോയ്ഡ് ചെയ്യും. സാധാരണ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ ക്രിസ്ത്യൻ കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ നോൺ വെജ് ഐറ്റംസ് എന്നും കിട്ടും. പക്ഷെ ഈ ക്രിസ്മസിന് മുമ്പ് നോയമ്പിന്റെ സമയത്ത് മാത്രം നോൺ വെജ് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വല്ലാത്തൊരു വിഷമാണ്. പക്ഷെ അതിന്റെ മുഴുവനുള്ള പരാതി അവർ ആ ക്രിസ്മസ് കഴിയുമ്പോൾ അങ്ങോട്ട് തീർക്കും. എന്തായാലും മൊത്തത്തിൽ ഡിസംബർ എന്ന് പറയുന്നത് ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കാണ്. ഡ്രസ്സ് വാങ്ങുന്നു, പുൽക്കൂട് ഒരുക്കുന്നു, കേക്കും വൈനും ഉണ്ടാക്കുന്നു. പണ്ടൊക്കെ പറയുമ്പോൾ വൈൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വൈൻ വീട്ടിൽ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് ഷോപ്പുകളിൽ നിന്ന് കിട്ടുമല്ലോ. എന്നാലും വൈൻ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ മേടിക്കുന്ന ആളുകളുണ്ട്. എന്താണ് എളുപ്പം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഇന്നത്തെ ദിവസം എന്നൊക്കെ പറയുമ്പോൾ നോൺ വെജ് ഡിഷുകളാണ് മൊത്തത്തില് ഉണ്ടാക്കുന്നത്. മാത്രമല്ല അത് മറ്റുള്ളവരെ കഴിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ വീടുകളിലും നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കും. അവര് സ്വന്തം ഇരുന്ന് കഴിക്കുക എന്നുള്ളതല്ല, അയൽവക്കക്കാർക്ക് കൊടുക്കുന്നു, ആളുകളൊക്കെ വീട്ടിലേക്ക് വിളിക്കുന്നു. ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയൊരു ലക്ക് എന്ന് പറയുന്നത്. ക്രിസ്മസിനൊക്കെ അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വയറ് നിറച്ച് നോൺ വെജ് ഐറ്റംസ് കഴിക്കാം. മാത്രമല്ല ക്രിസ്ത്യൻസിന്റേതായിട്ട് എന്ന് പറയാൻ പറ്റുന്ന സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. സാധാരണ പറയാറുണ്ട് അത് വേറെ ആരുണ്ടാക്കിയാലും അത്രയും രുചി വരില്ല, അല്ലെ? ഇനിയിപ്പോ ഒരു രഹസ്യമുണ്ട്. ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് അതാണ്. അതിന്റെ പിറകിൽ ഒരു ഗുട്ടൻസ് ഉണ്ട്. ആ ഗുട്ടൻസ് അറിയണം എന്നൊരു ആഗ്രഹം എന്തായാലും ഉണ്ടാവൂല്ലോ മനസ്സിൽ. ചിന്തിച്ചിട്ടില്ലേ അതെന്താന്നുള്ളത്? ഇനിയിപ്പോ വേറൊരു കാര്യം പറയാം. വീടിനകത്ത് ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ നിലവില്. അതുപോലെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും ക്രിസ്മസ് ട്രീ ഉണ്ടാവും. ഓരോ ഷോപ്പുകാര് അവരുടേതായ രീതിയിൽ ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ടാവും. വെള്ളത്തിലും ഇതുപോലെ ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. വെള്ളത്തിൽ ക്രിസ്മസ് ട്രീ ഒരുക്കുക മാത്രമല്ല അതിന് റെക്കോർഡ് വരെ വാങ്ങിയ ആളുകളുണ്ടെന്നേ. അപ്പൊ സമ്മതിച്ചു കൊടുക്കണ്ടേ? ബ്രസീലിലേക്ക് പോയാൽ ഈ ഒരു കാഴ്ച എന്തായാലും കാണാൻ പറ്റും. ദ ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് ക്രിസ്മസ് ട്രീ ഉള്ളത് ബ്രസീലിലാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോ. എന്തായാലും റെക്കോർഡ് അടിച്ചതല്ലേ, ഇതിന്റെ വലിപ്പവും നീളമൊക്കെ എത്രയുണ്ടാവും എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അതിപ്പോ ഈ പറഞ്ഞ ഞാൻ വരെ ചിന്തിച്ചു. 53 മീറ്റർ ഉയരവും 350 ടൺ ഭാരമുണ്ട് ഈ പറഞ്ഞ ക്രിസ്മസ് ട്രീക്ക്. ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കിയേ. 11 ഫ്ലോട്ടുകളിലായിട്ടാണ് ഈ പറയുന്ന ക്രിസ്മസ് ട്രീ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെള്ളത്തിലാണല്ലോ, വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കില്ലല്ലോ ക്രിസ്മസ് ട്രീ. അപ്പൊ ഈ 11 ഫ്ലോട്ടുകളിലായിട്ടാണ് ക്രിസ്മസ് ട്രീ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ക്രിസ്മസ് വരുമ്പോ ഉണ്ടല്ലോ 2.5 മില്യൺ ബൾബ്സ് ആണ് അതിൽ തൂക്കുന്നത്. ഇത്രയും ബൾബുകളാണ് ആ ക്രിസ്മസ് ട്രീയിൽ മൊത്തം കത്തുന്നത്. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ? വെറുതെ അല്ല. അപ്പൊ ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ് എന്ന് പറയുന്നത് ഈ പേരിന്റെ ഗുട്ടൻസ് നമ്മൾ എന്തായാലും വഴിയെ പറയുന്നുണ്ട്. അപ്പൊ നല്ലൊരു പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഈ സോങ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സജേഷ് ചേട്ടനാണ്. സജേഷ് ചേട്ടൻ എന്നും നമ്മുടെ എല്ലാമാരുടെ പ്രോഗ്രാംസ് കേൾക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാ ലിസണേഴ്സിനും വേണ്ടി സജേഷ് ചേട്ടന്റെ ഹാപ്പി ക്രിസ്മസ്
ക്രിസ്മസ് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ കയ്യോടെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, നല്ലൊരു സോങ് പ്ലേ ചെയ്യാനാണ് സജി ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞതുപോലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ഏഴു നിറങ്ങൾ മഴവില്ലു തീർക്കും, ഏഴു നിറങ്ങൾ മഴവില്ലു തീർക്കും. എത്രയോ സ്വപ്നങ്ങളിൽ ജീവിതം തീർക്കുന്നു, എവിടെയോ കാത്തിരിക്കും എൻ പ്രിയനേ. ഇനിയെന്ന് ഞാൻ കാണും. ഏഴു നിറങ്ങൾ മഴവില്ലു തീർക്കും, ഏഴു നിറങ്ങൾ മഴവില്ലു തീർക്കും. അടുത്തിരുന്നിട്ടും നീ അറിയുന്നില്ലല്ലോ, പറയാൻ എനിക്ക് കഴിയുന്നുമില്ലല്ലോ. അടുത്തിരുന്നിട്ടും നീ അറിയുന്നില്ലല്ലോ, പറയാൻ എനിക്ക് കഴിയുന്നുമില്ലല്ലോ. അടുത്തറിയുമ്പോൾ അകലുമോ നീ, എന്റെ ഈ പ്രണയം ആദ്യ പ്രണയം അറിയാതകലുമോ നീ. ഏഴു നിറങ്ങൾ മഴവില്ല് തീർക്കും, എത്രയോ സ്വപ്നങ്ങൾ എൻ ജീവിതം തീർക്കുന്നു. പണ്ടു കേട്ട കഥയിലെ ഇന്ദുലേഖതൻ മാധവനായി, പണ്ടു കേട്ട കഥയിലെ ഇന്ദുലേഖതൻ മാധവനായി, പറയാൻ കഴിയാതെ നൽകാനാകാതെ ഈ പ്രണയം ഉരുകുമെൻ നെഞ്ചിൽ എത്ര നാൾ, ഇനിയും എത്ര നാൾ. ഏഴു നിറങ്ങൾ മഴവില്ലു തീർക്കും, ഏഴു നിറങ്ങൾ മഴവില്ലു തീർക്കും. എത്രയോ സ്വപ്നങ്ങളിൽ ജീവിതം തീർക്കുന്നു, എവിടെയോ കാത്തിരിക്കും എൻ പ്രിയനേ. ഇനിയെന്ന് ഞാൻ കാണും. ഹലോ, ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിതയാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപേ മഞ്ഞു പെയ്യുന്ന ഒരു രാവിൽ മാലാഖമാർ വാനിൽ ക്രിസ്തുമസ് ഗാനം ആലപിക്കുമ്പോൾ ബേത്ലഹേമിലെ പുൽക്കൂടിനുള്ളിൽ മാനവരക്ഷയ്ക്കായിട്ട് കന്യാസുതനായി ഉണ്ണിയേശു പിറന്നു. ആ തിരുപ്പിറവിയുടെ മഹത്തായ സന്ദേശം പാരിലെങ്ങും വിളിച്ചോതുന്ന ക്രിസ്മസ് ഇതാ ഗ്രീഷ്മകാലത്തിന്റെ അകമ്പടിയുമേന്തി നമ്മോടൊപ്പം എത്തിപ്പോയി.
ഈ ക്രിസ്മസ് അത്യന്തം മംഗളമായി തീരട്ടെ. ഏവർക്കും അമ്മിണിക്കുട്ടിയുടെയും ലണ്ട് മലയാളം റേഡിയോയുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. This program is sponsored by Law and Lawyer Solicitors. ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇത് ഞാൻ കാവ്യയാണ്. നമ്മള് ക്രിസ്മസ് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ ഈ ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറയാമെന്ന് പറഞ്ഞായിരുന്നു. ചില സമയത്ത് അതെന്താ എന്ന് പറയാട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ പറ്റിക്കാറുണ്ട് അല്ലെ. ഈ ഞാൻ തന്നെ എത്രയോ അങ്ങനെ പറ്റിച്ചിരിക്കുന്നു. പക്ഷെ ഇന്ന് എന്തായാലും ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങനെയുള്ള പറ്റിക്കൽ പരിപാടികളൊന്നുമില്ല. ഈ ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പണ്ട് കാലത്ത് ക്രിസ്മസിന് ക്രിസ്മസ് എന്നായിരുന്നില്ല പേര്, ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ് എന്നായിരുന്നു പേര്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സീസണില് എല്ലാ വീടുകളിലും പള്ളികളും ഒക്കെ ദീപാലങ്കൃതമായിരിക്കും. അത്രയും വേണ്ടായിരുന്നല്ലേ, കുറച്ച് കടുപ്പമുള്ള വാക്കായി പോയി. എന്തായാലും സംഗതി പിടികിട്ടില്ലോ. എല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും ലൈറ്റുകൾ കൊണ്ടുള്ള ഒരു ചാകരയായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം ഒരു പേര് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ അത് നമ്മൾ ഇന്ന് പറയുന്ന പോലെ ക്രിസ്മസ് ആയി മാറി. ഇനിയിപ്പോ ഓൾഡസ്റ്റ് നെയിം ഫോർ ക്രിസ്മസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കവി ഓർത്തോള, ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ് എന്ന പേര് ഓർത്തോള. വേറെയും പേരുകളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതൊക്കെ വഴിയേ പറയാം. എല്ലാം കൂടെ ഒറ്റയടിക്ക് എങ്ങനെ പറയുന്നത്, പ്രത്യേകിച്ച് ഇത് ക്രിസ്മസും ആണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ക്ഷീണം മാറ്റണ്ടേ. ക്രിസ്മസ് പോലുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോ ഒക്കെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന കാര്യത്തില് UK-യിലുള്ള ആളുകൾ ബെസ്റ്റ് ആണ് കേട്ടോ. ഒരുപാട് റെക്കോർഡുകൾ ആ പേരിൽ തന്നെ നേടിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ മാത്രമൊന്നുമല്ല, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെക്കോർഡുകൾ UK-ക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ക്രിസ്മസ് ട്രീയുടെ കാര്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും പഴയ ട്രീ കണ്ടെത്തിയതും UK-യിൽ തന്നെയാണ്. അപ്പൊ ആദ്യമായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതും UK-യിൽ വെച്ചായിരിക്കാം. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം അല്ലെ. പിന്നെ പണ്ടുകാലമല്ലേ, അതില് സ്റ്റാർ തൂക്കോ ലൈറ്റ്സ് ഉണ്ടാവോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് റെക്കോർഡുകൾ UK-യിലുള്ള ആളുകൾ തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നേടിയിട്ടുണ്ട്. അതും ഈ വിശേഷങ്ങളുടെ ഒപ്പം പറയും. അപ്പൊ നമുക്കൊരു സോങ് ബ്രേക്ക് എടുത്തതിന് ശേഷം അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആരാന്നറിയോ? ആലപ്പിയിൽ നിന്നും ഷീബ ചേച്ചിയാണ്. ഷീബ ചേച്ചിയുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നല്ലൊരു സോങ് പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പറഞ്ഞതുപോലെ ഷീബ ചേച്ചിക്കും ഷീബ ചേച്ചിയുടെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒരു അടിപൊളി സോങ് വരുന്നുണ്ട്. എൻജോയ് വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ഉന്നമാടക്കായൽ ഈ കുട്ടനാടൻ കായൽ, തുള്ളിയോടും മീനെ കരിമീനെ നിന്നെ കണ്ടേ, കുന്നെല്ലുകൾ കൊയ്തുവാ താമര കണ്ണാളെ പൂമാരനെ കണ്ടുവോ കാവിനരികെ, മണിമഞ്ചാടിച്ചോ പുള്ള നാണം കൊണ്ടോ പൊന്നെ പുന്നമാടക്കായൽ, കുട്ടനാടൻ കായൽ. കരിവലയെറിയണ് ചെറുമയോടൊരു തുണ പറയുമ്പം, കലികേറണ് കർക്കിടകം ഒരു പെരുമഴയായി പെയ്യാണ് തകതിമിതോ, അനുരാഗം പൂക്കണതാണേ അതുമെല്ലാം പെയ്യണതാണേ, മഴ കാണാൻ നീയും പാറിവാ കതിരോല പക്ഷി നേരമാ, രാമങ്കരി കണ്ണങ്കരി ചേന്നങ്കരി ചാത്തങ്കരി കണ്ടം കൈരം ആനമ്ര ചേനം പുലി നിറയട് പറ നിര പുലിയട് പറ പുലി നിര നിറയട് പുലിയട് ഓ. ഇതുവഴിയെ പുലരി വെളുക്കും വിരിയുമറിയ നീലാകാശം,
പൂവിന് പൊൻകണിയായി തളിരില വിരിയോ നെയ്യും തരുനിരകൾ. കരിമേഘം പോയി മറഞ്ഞ് നിറമെല്ലാം വാരി നിറഞ്ഞ് ഉരുകുന്നേ ഓമൽ പ്രാവുകൾ. കഥമൂടി കാറ്റിൻ തുമ്പികൾ. കളിച്ചിരികളിൽ ഇളകടുകിലുകിലെ അരമണികളും ഇടമിഴികളും ഇടയടുപോ. മേലെ മാനത്തോപ്പിൽ ഇനി എന്നും പൂരക്കാലം. ആനന്ദമായി ചന്തമായി ചെന്തളിർവാസന്തം തൂവൽ തൊടും പോലൊരാൾ ചേരുമരികെ പുതുകണ്ണാടിച്ചേലുള്ള തീരം തേടാം ദൂരെ. ഹായ്, ഈസ് ആജയ് മോനി ഹിയ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മയുടെയും നല്ല നാളുകളിൽ എല്ലമാരുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. This program is sponsored by Law and Lawyer Solicitors. വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ്. പരസ്പര സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ ദിവസമാണ് ക്രിസ്മസ് എന്ന് അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് ആരും നമ്മളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അറിയാവുന്നത് തന്നെ. തൊട്ടടുത്ത വീട്ടില് വേറൊരു മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ സന്തോഷങ്ങളിൽ പങ്കുചേർക്കുക, അതിലും മഹത്തരമായ വേറൊരു കാര്യമുണ്ടോ? ശരിക്കും ആലോചിച്ച് നോക്കിയേ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനകത്തുള്ള സ്നേഹം, നമുക്ക് എത്രത്തോളം സ്നേഹിക്കാൻ കഴിയും, എത്രത്തോളം സ്നേഹിക്കപ്പെടാൻ കഴിയും എന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കുക. ഇനിയിപ്പോ ഫിലോസഫി പറഞ്ഞു പോകുന്നൊന്നുമില്ല. എന്റെ വീടിന്റെ അടുത്ത കാര്യമാണെങ്കിലുണ്ടല്ലോ, അത് ആലോചിച്ചുകൊണ്ടാണ് ഞാനിതിപ്പോ പറഞ്ഞത്. ത്രേസി ചേട്ടത്തിയുടെയും ജോർജ് ചേട്ടന്റെയും വീടാണ്. ക്രിസ്മസിന് തലേന്ന് അവരെ ക്ഷണിക്കും. പക്ഷെ അതുകൂടാതെ ക്രിസ്മസ് ഡേയില് ഇന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു രാവിലെ അല്ല, ഒരു 2-3 മണിയൊക്കെ ആകുമ്പോൾ വന്ന് അവര് എന്നെ ക്ഷണിച്ചുകൊണ്ട് പോകേണ്ടതാണ്. ക്ഷണിക്കല്ല, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ടതേ അപ്പവും കോഴിക്കറിയും കേക്കും വൈനും എല്ലാം തന്ന് അവിടെ ഇരുത്തി എന്നെ ഇങ്ങനെ കഴിപ്പിക്കും അവര്. ചെറുപ്പം തൊട്ട് ഇന്ന് വരെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇത് മാത്രമല്ല, പിന്നെ വീട്ടിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ളത് എന്റെ കയ്യിൽ തന്നു വിടുകയും ചെയ്യും. ഭയങ്കരമായിട്ട് എനിക്ക് അവരെ മിസ് ചെയ്യുന്നു കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഫ്രണ്ട്സും അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കും. നേരെ തിരിച്ച് നമ്മുടെ അടുത്താണ് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ ഉള്ളതെങ്കിൽ, വിഷു, ഓണം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശരിക്കും എനിക്ക് മിസ് ചെയ്യുന്നു കേട്ടോ. അവരെ അയൽവക്കക്കാരെയൊക്കെ മിസ് ചെയ്യാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോ സോണിയുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ സോണിയാന്ന്, വേറെ ഏത് സോണിയുടെ കാര്യം ഞാൻ പറയാനാ. ആള് ക്രിസ്മസിന് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിലും ക്രിസ്മസ് കഴിഞ്ഞ് വരുമ്പോ ഒരു കെടാരം സാധനങ്ങളുമായിട്ടായിരിക്കും വരിക. സാധനങ്ങൾ എന്ന് പറഞ്ഞാല് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ഒരു വലിയ പാഴ്സലുമായിട്ടായിരിക്കും ആള് വരുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്നും എനിക്ക് ഇവിടെ കോളാണ്, നാളെയും കോളാണ്. ഇനിയിപ്പോ ക്രിസ്മസ് കഴിഞ്ഞ ഒരു 2-3 ദിവസത്തേക്ക് എല്ലാവർക്കും ക്രിസ്മസിനെ കുറിച്ച് പല പല വിശേഷങ്ങൾ പറയാനുണ്ടാവും. പിന്നെ ഇവിടെ എങ്ങനെയൊക്കെ ആഘോഷിച്ചാലും നാട് എന്തായാലും മിസ് ചെയ്യും. അത് വേറെ തന്നെ ഒരു കാര്യമാണ്. തറവാട്ടിലെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സുഖം ഇവിടെ എന്തായാലും കിട്ടില്ല. പക്ഷെ എന്നാലും ആഘോഷങ്ങൾ നമുക്ക് എപ്പോഴും ആഘോഷമാണ്. ഇനിയിപ്പോ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, പുണ്യമാസവും പുണ്യ ദിവസവും ഒക്കെ ആണല്ലോ. അത് പറച്ചിലിൽ മാത്രം പോരാ, പുണ്യ കാര്യങ്ങളും കൂടെ ചെയ്യണ്ടേ. അങ്ങനെ ചൈനയിലെ ഒരു ചാരിറ്റി എന്ത് ചെയ്തു എന്നറിയോ? ക്യാൻസർ ബാധിച്ച കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ ചികിത്സക്കൊക്കെ വേണ്ടിയിട്ട് വാനിലയും ബിറ്റർ ചോക്ലേറ്റും കൂടി ഒക്കെ ചേർത്തൊരു കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കി. കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 കേക്കാണ്. 1068 നീളത്തിൽ ഒരു വലിയ ക്രിസ്മസ് കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കി. അവരുടെ എഫേർട്ടിന് എന്തായാലും ഗുണം ഉണ്ടായിട്ടോ. അതിന് ഗിന്നസ് റെക്കോർഡ് കിട്ടുകയും ചെയ്തു, നല്ലൊരു എമൗണ്ടും കിട്ടി. അതുകൊണ്ട് അവര് ആ കുട്ടികളുടെ ചികിത്സ നടത്തുകയും ചെയ്തു. ക്രിസ്മസ് ഡേ ആണ്, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര നല്ല കാര്യങ്ങൾ നമ്മളും ചെയ്യാം. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ എന്നും ജീസസ് ക്രൈസ്റ്റ് നമുക്കൊരു മാതൃക കൂടെയാണ്. അപ്പോ അടുത്ത പാട്ടിലേക്ക് പോവാണ്. നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളതല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടും കൂടെ കേട്ടിട്ടില്ലെങ്കിൽ എല്ലാരും കൂടെ എന്നെ ഓടിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരത് ബാലകൃഷ്ണനാണ്. ആള് നാട്ടിലിപ്പോ കാര്യമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് എല്ലാം കൂടെ ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി ഒരു സോങ് പ്ലേ ചെയ്യണം. മാത്രമല്ല എല്ലമാറിന്റെ എല്ലാ ലിസണേഴ്സിനോടും ശരത്തിന്റെ ക്രിസ്മസ് വിഷസ് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരത്തിന്റെ വക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. ഒപ്പം നല്ലൊരു പാട്ടും വരുന്നുണ്ട്. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ പാടുന്നു പ്രിയരാഗങ്ങൾ, ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ, കൊതി
തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ശിലാതലം മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും പകലിൻ വരാന്തയിൽ വെയിലായി അലഞ്ഞിതാ തമ്മിൽ ചേരുന്നു നാം തലോടുമിന്നലകൾ കുളിരോർമ തൻ വിരലാൽ തുടരുന്നു സഹയാത്രയിൽ പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാഗമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ആകാശമേ നീർ പെയ്യുമോ Merry Christmas! Yes, it is Christmas time again. London Malayalam Radio is granting you a very special Christmas wish from Ash. വിശുദ്ധിയുടെ പുണ്യം പേറി ഒരു ക്രിസ്മസ് കാലം കോരി ആകാശത്ത് മിന്നിയ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന ഈ ക്രിസ്മസ് രാവ് പെണ്ണിന്റെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് ഇടയാവട്ടെ. This program is sponsored by Law and Lawyer Solicitors. ക്രിസ്മസ് സ്പെഷ്യൽ ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സിൽ വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ് കാവ്യ. ക്രിസ്മസിന് വേറെയും ഒരുപാട് പേരുകളുണ്ട്. ഇതല്ലാതെ നമ്മൾ പറഞ്ഞായിരുന്നു YULE, യൂലെ എന്ന് പറയുന്ന വേറൊരു പേരും കൂടിയുണ്ട്. ജർമ്മനിയിലെ ജനങ്ങളാണ് ഈ ഒരു പേരിട്ടത് കേട്ടോ. അവരാണ് യൂസ് ചെയ്തിരുന്നത്. ഒരു ദിവസത്തെ അല്ല, പുണ്യമാസം എന്ന് പറയണ പോലെ തന്നെ യൂലെ ടൈം എന്നാണ് പറയാറുള്ളത്. മാത്രല്ല ഈ ഒരു ടൈമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് കർഷകരടക്കമുള്ള സാധാരണ ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും കൂടി ഹെതൻ ടെമ്പിളിലേക്ക് എത്തും. അറിയാലോ ഹെതൻ ടെമ്പിൾ. അപ്പൊ അവിടേക്ക് എത്തിയിട്ടൊരു ക്യാമ്പ് ഫയർ പോലെയാണ്. നടുക്കിങ്ങനെ തീയൊക്കെ കൂട്ടി അതിന് ചുറ്റും എല്ലാവരും ഇരിക്കുന്നു. അവിടെ വെച്ച്
മീറ്റ് കുക്ക് ചെയ്യാണ്. പരസ്പരം മീറ്റ് കുക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് അവര് കുക്ക് ചെയ്തത് കഴിച്ച് അങ്ങനെ സ്നേഹം പങ്കിടുന്ന ഒരു ടൈം. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കാലയളവ് മൊത്തം അവര് ഹണ്ടിങ്, പരസ്പരം ഒത്തുകൂടല്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ആ ഒരു കാലഘട്ടത്തിനൊക്കെ എത്രയോ ശേഷമാണ് ക്രിസ്മസ് എന്നുള്ള പേരുണ്ടായത്. ഇനിയിപ്പോ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് ക്രിസ്മസ് ഗെയിംസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ക്രിസ്മസിന് മാത്രമുള്ള ചില ഗെയിമുകളാണ്. അല്ലാത്ത സമയത്തും ഈ ഗെയിമുകളിൽ ഏർപ്പെടാം. എന്നാലും ക്രിസ്മസ് ഗെയിംസ് എന്നാണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. ഓൺലൈൻ ആയിട്ടുള്ള ക്രിസ്മസ് ഗെയിംസ് എല്ലാവരും കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്മസ് ഗെയിംസ് ആയിരുന്നു. ഫാമിലി എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നിട്ട്, കുട്ടികളും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടാവും, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടായിരുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. വിക്ടോറിയ രാജ്ഞിയും ആൽബർട്ട് കുമാരനും മക്കളും ഒക്കെ കൂടി ഇരുന്നിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഫോട്ടോ വേൾഡ് ഫേമസ് ആണ്. അത്തരത്തിലൊരു പിക്ക് ഉണ്ട്. എന്തായാലും നിലവിലുള്ളതല്ലാതെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്മസ് ഗെയിംസ് എന്ന് പറഞ്ഞാല് ദ സ്റ്റേഷൻ ഗെയിം, അതുപോലെ ഡോച്ചി, ലൈ ഡിറ്റക്ടർ, ടെലഗ്രാംസ്, ഇങ്ങനെയുള്ള കുറെ ഗെയിമുകളാണ്. ഇതൊന്നും നമ്മൾ കളിച്ചിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ മുതിർന്ന ആളുകൾക്കൊക്കെ എന്തായാലും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവരുടെ കുട്ടിക്കാലത്തൊക്കെ അവരിങ്ങനെയായിരിക്കാം ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെയും തീർന്നില്ല, പക്ഷെ ഒരു പാട്ട് കേൾക്കുന്നല്ലേ അതിന്റെ ഒരു ശരി. സോ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സഞ്ജു ആണ്. സഞ്ജുവിന്റെ ഫ്രണ്ടായ വിജേഷിന് വേണ്ടിയിട്ടാണ്. വിജേഷ് സഞ്ജുവിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പൊ അവർ ഒരുമിച്ച് ക്രിസ്മസ് ഒക്കെ ഭയങ്കര രസകരമായിട്ട് ആഘോഷിക്കുമായിരുന്നു. പിന്നെ ജോലിയൊക്കെ കിട്ടി 2 സ്ഥലത്തായി പോയതാണ്. അതുകൊണ്ട് വിജേഷിനോട് ക്രിസ്മസ് വിഷസ് അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പാട്ടും ആൾക്ക് വേണ്ടി പ്ലേ ചെയ്യാനാണ് സഞ്ജു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പറഞ്ഞ പോലെ സഞ്ജുവിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ വിജേഷിന് വേണ്ടിയിട്ട് ക്രിസ്മസ് ആശംസകൾ. ഒപ്പം നല്ലൊരു പാട്ടും വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി, കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി, താനന 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 താനന. നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ. അരികിൽ നീ കൊഞ്ചും നാദമായി, മടിയിൽ നീ തങ്കത്താലമായി, തെളിയുക പ്രിയമൊരു പുലരൊളി പുഞ്ചിരിയാ. നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നീയൻ പുണ്യമായി വന്നു ജീവനിൽ, സ്നേഹോദാരമാം പ്രാണഹർഷമായി, ഈറൻ കൈകൾ നീട്ടും പിഞ്ചുമേഘമായി, നീറും മണ്ണിനെ വന്നു പുൽകിയോ. വിരസമീ മൺപാതയിൽ പതിയുമീ കാൽപ്പാടുകൾ, നിയതി വന്നെഴുതിയ കവിതയോ കനവുകളോ. നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ. കാലം തന്നൊരാ കുഞ്ഞു പീലി പോ, മൂകം നെഞ്ചിലായി
നിന്നെ കാത്തു ഞാൻ. താനേ വാർന്നു നീ വർഷധാരയായി മാറി എന്നിനി വേനലാളവേ. അരുമയായി കൺപീലിയിൽ വിരിയു നീ എൻ സ്വപ്നമായി. തെളിയുക പ്രിയമൊരു മധുമയ സൗരഭമായി. നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോമനെ. തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ. അരികിൽ നീ കൊഞ്ചും നാദമായി. മടിയിൽ നീ തങ്കത്താലമായി. തെളിയുക പ്രിയമൊരു പുലരൊളി പുഞ്ചിരിയ. കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി. കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജിനോ കുന്നുംപുറം. കഴിഞ്ഞ 15 വർഷക്കാലം ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് കുറച്ച് ആൽബങ്ങൾ ഇറക്കാൻ പറ്റി. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. This program is sponsored by Law and Lawyer Solicitors. ക്രിസ്മസ് സ്പെഷ്യൽ ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സിൽ വീണ്ടും കാവ്യ എത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് പോലുള്ള ദിവസങ്ങളിൽ നമ്മൾ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. ഗ്രാൻഡ് എന്നുള്ള വാക്ക് പോട്ടെ, ആഘോഷിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്, പാവപ്പെട്ട ആളുകൾ. നമ്മുടെ ചുറ്റുപാടും തന്നെ ഒന്ന് ഇറങ്ങി കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് അതുപോലുള്ള കാഴ്ചകളൊക്കെ മനസ്സിലാക്കാൻ കഴിയുക. അയ്യോ, എനിക്ക് അത് പറ്റിയില്ല, ഇത് കിട്ടിയില്ല എന്നൊക്കെയുള്ള ആർത്തി തോന്നുമ്പോൾ ഇതുപോലെ പുറത്തിറങ്ങിയിട്ട് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ അഹങ്കാരമായിരുന്നു എന്നുള്ള ഒരു ചിന്തയൊക്കെ വരും. അപ്പോ ആഘോഷിക്കുക എന്നുള്ളത് മാത്രമല്ല, ആഘോഷിക്കാൻ കഴിയാത്ത ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതും വലിയൊരു കാര്യമാണ്. എത്രയോ ആളുകൾ ഇതുപോലെ ക്രിസ്മസ് ടൈമിലൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് കേക്കെങ്കിലും കൊണ്ടു കൊടുക്കുന്നു. അതുപോലെ പല ആളുകൾക്കും ഭക്ഷണം കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോ NHS ആശുപത്രിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രിസ്മസ് ഡേയിലുണ്ടല്ലോ 4 lakh ആളുകൾക്കുള്ള ഉച്ചഭക്ഷണമാണ് സെർവ് ചെയ്യുന്നത്. ഇത്രയും രോഗികൾ ഉണ്ടായിട്ടല്ല, എന്നാലും ക്രിസ്മസ് ഡേയില് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എക്സ്ട്രാ പാചകക്കാരൊക്കെയാണ് ഡ്യൂട്ടിക്ക് നിൽക്കുന്നത്. അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ആഘോഷിക്കുക എന്നതിലുപരി നമുക്ക് കഴിയാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണം എന്നുള്ള ഒരു നല്ല സന്ദേശം കൂടി ക്രിസ്മസിനുണ്ട്. ഇനിയിപ്പോ നമുക്ക് കരോളിലേക്ക് കടന്നാലോ? ആർക്കാണ് കരോളിൽ പങ്കുചേരാൻ ഇഷ്ടമല്ലാത്ത, അല്ലെ? കരോള് കേൾക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്ത? ക്രിസ്മസ് ആണോ കരോൾ നിർബന്ധമാണ്. പിന്നെ പണ്ടുള്ളതിൽ നിന്നും ഇന്ന് വ്യത്യസ്തമാണ്. ഇന്ന് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയി. ഡിവോഷണൽ സോങ് വരെ വളരെ ഫാസ്റ്റ് ആയിട്ട് പാടി ഒരു പ്രത്യേക രസമാണ്, അല്ലെ? സാധാരണഗതിയിൽ നമ്മൾ ഒരു മെലോഡിയസ് ഗാനം കേൾക്കുന്നതിനേക്കാളും ഡപ്പാങ്കൂത്ത് പാട്ട്, ഒരു ഗുമ്മ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാനൊക്കെ തോന്നും. ഇന്ന് പറഞ്ഞല്ലേ, കരോൾ സംഘം വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒന്ന് ഡാൻസ് ചെയ്യണമെന്ന് തോന്നും. കൂട്ടത്തിൽ ക്രിസ്മസ് പപ്പയും കൂടെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതേ കരോളിന്റെ പേരിൽ ഗിന്നസ് റെക്കോർഡ് വാങ്ങിയ ആളുകളുണ്ട്. നൈജീരിയയിലാണ് കേട്ടോ അവരുള്ളത്. 25,272 ആളുകൾ ഒന്നിച്ചു ചേർന്നിട്ട് കരോൾ എങ്ങനെ പാടി. 20 മിനിറ്റ് ദൈർഘ്യമുള്ള കരോൾ. എന്തായാലും വെറുതെ ആയില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത കരോൾ എന്ന പേരില് ഗിന്നസ് റെക്കോർഡ് അടിക്കുകയും ചെയ്തു. ക്രിസ്മസിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റെക്കോർഡുകൾ ആളുകൾ നേടിയിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ തീരില്ല, ഒരു ദിവസം എടുത്താൽ പോലും തീരില്ല, അത്രയും റെക്കോർഡ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും ശ്രീജിത്ത് ആണ്. LMR കുടുംബത്തിന് സ്പെഷ്യൽ ആയിട്ടൊരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ ആള് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നല്ലൊരു സോങ് പ്ലേ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് താങ്ക്സും പറയാണ്. ഒപ്പം നല്ലൊരു ക്രിസ്മസ് തന്നെ വിഷ് ചെയ്യുന്നു. ഇനിയിപ്പോ പാട്ടിലേക്ക് പോവാം. കേട്ടുകൊണ്ടേയിരിക്കൂ ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. इतना सोना क्यों रब ने बनाया, इतना सोना क्यों रब ने बनाया, इतना सोना क्यों रब ने बनाया, इतना सोना क्यों रब ने बनाया. आवा जावा ते मैं यारा नू मनावा, आवा जावा ते मैं यारा नू मनावा. इन्ना सोना, इन्ना सोना, इन्ना सोना, इन्ना सोना क्यों रब ने बनाया. इन्ना सोना, इन्ना सोना, इन्ना सोना, इन्ना सोना.
It's over. What happened? इन्ना सोना क्यों रब ने बनाया, इन्ना सोना क्यों रब ने बनाया, आवा जावा दिल यारा नू मनावा, आवा जावा दिल यारा नू मनावा, इन्ना सोना इन्ना सोना इन्ना सोना। घर में कहीं खो जाओ। इन्ना सोना क्यों रब ने बनाया, इन्ना सोना क्यों रब ने बनाया, इन्ना सोना इन्ना सोना इन्ना सोना। This program is sponsored by Law and Lawyer Solicitors. വെൽക്കം ബാക്ക് ടു ക്രിസ്മസ് സ്പെഷ്യൽ ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ്. ക്രിസ്മസിന് എങ്ങനെയാണ് ക്രിസ്മസ് അപ്പൂപ്പനെ കുറിച്ച് പറയാണ്ടിരിക്കുക അല്ലെ? അന്നും ഇന്നും ക്രിസ്മസിന് മാനുകൾ വലിക്കുന്ന തേരില് ചുവന്ന കുപ്പായ ഇട്ട വെള്ളത്താടിയൊക്കെ വെച്ച കുടവയറൊക്കെയുള്ള അപ്പൂപ്പൻ സമ്മാനങ്ങളുമായിട്ട് വരും എന്ന് വിശ്വസിക്കുകയാണ്. അദ്ദേഹം വരുന്നത് മാത്രമല്ല, സമ്മാന പൊതികൾ കൊണ്ടുവരും, നമ്മുടെ ഇഷ്ടം സാധിച്ചു തരും. അങ്ങനെ പറഞ്ഞിട്ടാണ് കുട്ടികളെ വിശ്വസിപ്പിക്കുന്നത്. നമ്മളോടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പക്ഷെ അന്നും ഇന്നും നമ്മൾ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയാണ്. നമുക്ക് അറിയാൻ വരില്ല എന്ന്, പക്ഷെ എന്നാലും മനസ്സിൽ അങ്ങനെ ചിന്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കുട്ടികളെയാണല്ലോ പറഞ്ഞു പറ്റിക്കാൻ ഏറ്റവും എളുപ്പം. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് പാപ്പ ഇങ്ങനെ ഗിഫ്റ്റുകളുമായിട്ട് വരും എന്ന് പറഞ്ഞ് കുട്ടികളെ പറ്റിക്കും. പക്ഷെ ഇത്തരമൊരു വിശ്വാസം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് പണ്ട് മുതലേ എതിർപ്പുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലല്ലോ. അത് ശരിക്കും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹമാണ് നമ്മളിൽ എല്ലാവരിലും ഉള്ളത്. വിശുദ്ധ നിക്കോളാസ് ആണ് ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് വരുന്നത് എന്നാണ് മൊത്തത്തിലുള്ള ഒരു വിശ്വാസം. പിന്നെ ആധുനിക ക്രിസ്മസ് പപ്പയുടെ രൂപം എങ്ങനെയാണ് ഉണ്ടായതെന്നറിയോ? കാർട്ടൂണിസ്റ്റ് തോമസ് നാസ്റ്റ് വരച്ച ഒരു ചിത്രത്തിൽ നിന്നാണ്. മാത്രമല്ല അമേരിക്കൻ സാന്റാക്ലോസ്, ഫാദർ ക്രിസ്മസ്, അങ്ങനെ 2 തരത്തിലുള്ള ക്രിസ്മസ് അപ്പൂപ്പന്മാരുണ്ട്. ഇത്രയും കാലമായിട്ട് ക്രിസ്മസ് പപ്പ എത്തി നമുക്ക് സമ്മാനങ്ങൾ തന്നിട്ടില്ല. പക്ഷെ എന്നാലും അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് നമുക്ക് ഇഷ്ടവും, അല്ലെ? ഇനിയിപ്പോ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ഏകദേശം എത്ര കേക്ക് കഴിക്കും? ക്രിസ്മസ് എന്ന് പറഞ്ഞാല് കേക്കും വൈനും ആണല്ലോ ഏറ്റവും സ്പെഷ്യല്. മാത്രമല്ല കഴിയാവുന്നത്ര കേക്ക് കഴിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ലെങ്കിലും പോകുന്നിടത്തുനിന്നൊക്കെ എന്തായാലും കേക്ക് കഴിക്കാൻ കിട്ടുമല്ലോ. ഇതെല്ലാം കഴിച്ച് കഴിച്ച് അവസാനം മത്ത് പിടിച്ചൊരു അവസ്ഥയാവും. ഏറ്റവും വില കൂടിയ ക്രിസ്മസ് കേക്ക് എന്ന് പറയുമ്പോഴോ ഒന്നും ആലോചിക്കണ്ട, 1.72 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ഡയമണ്ട് ക്രിസ്മസ് കേക്ക് വാങ്ങാം. അത് മാത്രമല്ല 1,30,000 കൊടുത്തു കഴിഞ്ഞാൽ പ്ലാറ്റിനം ക്രിസ്മസ് കേക്കും കിട്ടും. ഇത്രയും വില പിടിച്ച കേക്കുകളൊക്കെ നമ്മുടെ വിപണിയിലുണ്ട്. പക്ഷെ സാധാരണക്കാരായ ആളുകളൊന്നും ഇത് വാങ്ങാറും കഴിക്കാറും ഒന്നുമില്ല. ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതും അറിയില്ല കേട്ടോ. പക്ഷെ മോസ്റ്റ് എക്സ്പെൻസീവ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കേക്കുകളുമാണ് അതിൽ ആദ്യം വരുന്നത്. ഇത് കൂടാതെ വേറൊരു 15 ടൈപ്പ് കേക്ക് ആ ലിസ്റ്റിൽ പെടും. ഇനിയിപ്പോ എന്തെല്ലാം തരത്തിലുള്ള കേക്കുകൾ നമ്മുടെ വിപണിയിലുണ്ട്. പോയി കണ്ടു കഴിഞ്ഞാൽ ഇതിലേത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ പോലും നമുക്കുണ്ടാവും. അപ്പൊ നമുക്കിനി കേക്കിന്റെ മധുരമുള്ള നല്ലൊരു പാട്ട് കേട്ടാലോ? അടുത്ത സോങ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദീപ ചേച്ചിയാണ്. പാട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നല്ലൊരു പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാ ലിസണേഴ്സിനും LMR ഫാമിലിക്കും ഒക്കെ കൂടി ദീപ ചേച്ചി ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ദീപ ചേച്ചിക്ക് ഒരു താങ്ക്സ്. ഒപ്പം ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. തെക്കന്നം കാറ്റിനും അറിയില്ല, ഉത്രാടത്തുമ്പിക്കും അറിയില്ല, ചങ്കാലിപ്രാവിനും അറിയില്ല, ആർക്കും അറിയില്ല. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്.
പകൽ തേരിറങ്ങണ നേരത്തോ കാട്ടിരിക്ക് കമ്മലിട്ട് നട്ടുപാതയോരത്ത് പൂക്കുവേൽ തേനൊഴുക്കണ നേരത്തോ പൂക്കുവേൽ തേനൊഴുക്കണ നേരത്തോ നോക്കി 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 നിന്നു കാത്തു 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 നിന്നു നോക്കി 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 നിന്നു കാത്തു 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 നിന്നു മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന് മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന് തെക്കന്നം കാറ്റിനും അറിയില്ല ഉത്രാടത്തുമ്പിക്കും അറിയില്ല ചങ്ങാലിപ്രാവിനും അറിയില്ല ആർക്കും അറിയില്ല. This program is sponsored by Law and Lawyer Solicitors. വെൽക്കം ബാക്ക് ടു ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാം ഫീസ്റ്റ് ഓഫ് ലൈറ്റ്സ്. ക്രിസ്മസ് വിശേഷങ്ങൾ നമ്മളിങ്ങനെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എല്ലാ കാര്യവും പറഞ്ഞിട്ടില്ല, പക്ഷെ പറയാൻ തോന്നുന്നതൊക്കെ അങ്ങോട്ട് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോഴായിരിക്കും അയ്യോ ഞാൻ അത് പറയാൻ മറന്നുപോയല്ലോ, ഇത് പറയാൻ മറന്നുപോയല്ലോ എന്നുള്ളത് ചിന്തിക്കുക. എപ്പോഴും അങ്ങനെയാണ്. ശരിക്കും ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് പറഞ്ഞാൽ തീരാത്തത് കൊണ്ടാണ് ഓരോന്ന് പറയാൻ മറന്നു പോകുന്നത്. ഒരു കാര്യം ഓർമ്മ വന്നു. നേരത്തെ ഏറ്റവും വില കൂടിയ കേക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ ഗ്രീക്കുകാർക്ക് അവരുടേതായ ഒരു ട്രഡീഷണൽ ക്രിസ്മസ് കേക്ക് ഉണ്ട്. പല തരത്തിലുള്ള കേക്കുകൾ ആ നാട്ടിലുണ്ടെങ്കിലും ട്രഡീഷണൽ ആയിട്ട് അവർക്ക് ഒരേ ഒരു കേക്കേ ഉള്ളൂ, ക്രിസ്മസിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു കേക്ക്. അതുണ്ടാക്കിയിട്ടും ചില ആളുകൾ ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. ബേക്കേഴ്സ് ഓഫ് ഏതൻസ് അവരാണ് 350 കിലോഗ്രാം വരുന്ന ട്രഡീഷണൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ഗിന്നസ് റെക്കോർഡ് നേടിയത്. ഒരുപാട് റെക്കോർഡുകൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അതൊന്നും ഇന്നത്തെ ദിവസം പറഞ്ഞാൽ തീരില്ലല്ലോ. മാത്രമല്ല ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. വരാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പം പാട്ടുകളും ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോ ഓർമ്മ വരാത്തതിന്റെ പിന്നിലുള്ള ആ ഒരു രഹസ്യം എന്താന്ന് പറയട്ടെ, സത്യം പറയട്ടെ. ഈ മൈക്കിന്റെ മുമ്പിലിരിക്കുമ്പോഴേ അപ്പുറത്ത് ചിക്കൻ കറിയൊക്കെ വെച്ചതിന്റെ മണം എന്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. മാത്രമല്ല കേക്കിന്റെ മണവും എല്ലാം കൂടെ ആയി കഴിയുമ്പോഴേക്കും ഒരു രക്ഷയില്ല. പ്രോഗ്രാംസ് ഒക്കെ നേരത്തെ കാലത്തെ അടിപൊളിയായിട്ട് തീർക്കേണ്ടതുണ്ട്. കിച്ചണിലെ പരിപാടികളാണ് ഏറ്റവും ആദ്യം തീർത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഫുഡൊക്കെ റെഡി ആയതുകൊണ്ട് ആ മണമാണ് എന്റെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നത്. എങ്ങനെ ശ്രദ്ധ പോവാതിരിക്കും അല്ലെ, എങ്ങനെ മറക്കാതിരിക്കും. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് വിഷ് ചെയ്യാണ്. സന്തോഷത്തോടെ സമാധാനത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ച് പൊളിക്കുക. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ലല്ലോ, ഒരേ ഒരു ക്രിസ്മസ് അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ആയിട്ട് കഴിയാവുന്നത്ര എൻജോയ് ചെയ്യുക. അപ്പോ ടാറ്റാ ബൈ. പക്ഷെ ഞാനേ പോകുന്നുള്ളൂ, ബാക്കി പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുക കേട്ടോ. ഇപ്പൊ എന്തായാലും ഒരു അടിപൊളി സോങ് വരുന്നുണ്ട്, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, സങ്കല്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം.
മുറ്റത്തെ ഒരു നക്ഷത്രം ഒറ്റയ്ക്കെത്തിക്കാവൽ നിൽക്കും. സ്വർഗത്തിൻ ഒരു സംഗീതം വിണ്ണിൽ നിന്നും മാലാഖമാർ പാടും. തങ്കത്തിങ്കൾ 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 വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം സങ്കൽപ്പങ്ങൾ പൂത്തു വിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. ചിത്തിരമുത്തു വിളക്ക് തിരികൊളുത്തും മണിമിഴി അഴകിൽ. ചിത്തിരമുത്തു വിളക്ക് തിരികൊളുത്തും മണിമിഴി അഴകിൽ. കിഴക്കിലുദിച്ചൊരു ചിത്രം വരഞ്ഞു തരും രവികിരണങ്ങളിൽ. കണ്ണിലെ കാവലായി എന്നിലെ പാതിയായി എന്നുമെൻ യാത്രയിൽ കൂടെ വരുമോ? തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം സങ്കൽപ്പങ്ങൾ പൂത്തു വിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. രാത്രി പൂത്തിരി രാത്രിയിൽ തെളിയുമൊരിള മനസ്സുകളിൽ. നവരാത്രി ഒരു കണരുത്സവലഹരികൾ തരും സ്വരമഴയിൽ. നനയാതെ മനം നനഞ്ഞുവോ? അറിയാതെ സ്വയം അറിഞ്ഞുവോ? തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം സങ്കൽപ്പങ്ങൾ പൂത്തു വിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. മുറ്റത്തെ ഒരു നക്ഷത്രം ഒറ്റയ്ക്കെത്തിക്കാവൽ നിൽക്കും. സ്വർഗത്തിൻ ഒരു സംഗീതം വിണ്ണിൽ നിന്നും മാലാഖമാർ പാടും. തങ്കത്തിങ്കൾ 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 വാനിലൊരു